നമസ്കാരം, ഞാൻ നിഖിൽ പ്രകാശൻ. തൃശ്ശൂർ ജില്ലയിലെ കൊടേരിക്കടുത്ത് ആലത്തൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ, 2005 ജൂൺ 24 കമലിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായ രാപ്പകൽ എന്ന സിനിമ റിലീസാവുന്നത്. അന്ന് ഈ സിനിമ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ലായിരുന്നു. മമ്മൂക്കിയുടെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് മൂവികൾ ഒന്നായിട്ടായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ ആ സിനിമ പറയപ്പെടുന്നത്. പക്ഷേ ഇന്ന് ആ സിനിമ ട്രോള് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ കൃഷ്ണൻ എയർലാണ് എന്ന ടൈറ്റിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അന്ന് ഈ സിനിമ കണ്ട് കരയാത്തവരായി ആരും തന്നെ ഉണ്ടായിരുന്നു. കൃഷ്ണൻ എന്ന ഒരു നാടൻ കഥാപാത്രമാണ് അദ്ദേഹം ആ സിനിമയിൽ കാഴ്ചവെച്ചത്. ഒരു വലിയ വീട്ടിലെ വേലക്കാരനായിരുന്നു അദ്ദേഹം. ആ വീട്ടിലെ അമ്മ ശാരദാമ്മയാണ് ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. കൃഷ്ണനെ ഒരിക്കലും ഒരു വേലക്കാരനായി കണ്ടിരുന്നില്ല. സ്വന്തം മകനെ പോലെയായിരുന്നു ആ അമ്മ സ്നേഹിച്ചിരുന്നത്. അതിൻ്റെ ഒരു അഹങ്കാരം കൃഷ്ണനുണ്ടായിരുന്നു എന്ന് ഞാൻ പറയാം. എല്ലാത്തരം സ്വാതന്ത്ര്യം കൊടുത്താണ് കൃഷ്ണനെ ആ അമ്മ അവിടെ നിർത്തിയിരുന്നത്. അത് കൃഷ്ണൻ ശരിക്കും മുതലെടുക്കുകയായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണൻ അവിടെ കാണിക്കുന്ന അധികാരം അത് അമ്മയുടെ ബന്ധുക്കൾക്ക് അതൊരു അഹങ്കാരമായി തോന്നിയിരുന്നു. ബന്ധുക്കൾക്കിടയിൽ അദ്ദേഹം എപ്പോഴും ഊക്ക് വാങ്ങിക്കുകയാണ്. അതന്ന് കാണുമ്പോൾ സങ്കടമായി തോന്നിയെങ്കിലും ഇന്ന് പലർക്കും അതൊരു കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ ജനങ്ങളുടെ ചിന്താഗതിയല്ല ഇപ്പോഴത്തെ ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ വെറും കോമഡിയായി മാറുന്നു. മമ്മൂക്കിയുടെ കഥാപാത്രം, അതായത് കൃഷ്ണൻ്റെ കഥാപാത്രത്തെ ഏറ്റവും കൂടുതൽ നോക്കുന്നത് വിജയരാഘവൻ്റെ കഥാപാത്രമാണ്. ഇപ്പോൾ തൊട്ടതിനും പിടിച്ചതിനും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും എതിരെ കയറി കൃഷ്ണൻ ഇടപെടുമ്പോൾ വിജയരാമൻ്റെ കഥാപാത്രത്തിനോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. അദ്ദേഹത്തെ ചീത്ത പറഞ്ഞ് ഓടിക്കുകയും ചെയ്യുന്നു. പിന്നെ ബന്ധുക്കളെല്ലാം കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുമ്പോഴും ഓടി വന്ന് ലൈറ്റ് ഓഫ് ചെയ്യുന്നു. അതൊക്കെ കൃഷ്ണൻ ചെയ്യുന്നത് ഇപ്പോൾ അതൊരു മോശ കാര്യങ്ങളാണെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്നോർത്താൽ അതൊരു ശരിയായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ മമ്മൂക്കിയുടെ അഭിനയം ആ സിനിമയിൽ ഗംഭീരമായി തന്നെയായിരുന്നു. അതിനിപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കൃഷ്ണൻ എന്ന ക്യാരക്ടർ അന്ന് കാണിച്ചു കൂട്ടുന്നതിൽ ഇന്ന് തെറ്റാണെന്ന് പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ചില സിനിമകൾ അങ്ങനെയാണ്. ഇറങ്ങിയ കാലഘട്ടത്തിൽ നല്ലൊരു വിജയമാവുമെങ്കിലും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അതൊരു മോശ സിനിമയായി ജനങ്ങൾ കണക്കാക്കും. ചില സിനിമകൾ, ഇപ്പോൾ വെട്ടം എന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമൊന്നും അക്കാലത്ത് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് പ്രേക്ഷകർ വളരെയധികം ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഒന്നാണ് വെട്ടം. അങ്ങനെ ഒത്തിരി സിനിമകൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ ട്രോളുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എതിരഭിപ്രായം ഉണ്ടാകും. തെറിയൊഴികെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിന് അഭിപ്രായം പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.